ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണ് ചിക്കൻ നഗ്ഗറ്റ്സ് എന്ന് പറയും. അത് ഹോം മെയ്ഡ് എൻ്റെ രീതിയിൽ ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് നമുക്ക് കാണാം. ഇതിന് വേണ്ടുന്ന ചേരുവകൾ ബ്രെഡ് 3 വലുതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ അരികെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, ഇതൊരു 150 ഗ്രാം. ബ്രെഡ് ക്രംസ്, അതുപോലെ കോഴിമുട്ട ഒരെണ്ണം, പച്ചമുളക് ഒരു 4 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്, ഒരു വലിയ സവോള കൊത്തി അരിഞ്ഞത്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ വെജിറ്റബിൾ ഓയിൽ, ആവശ്യത്തിന് വെള്ളം. ഇതിന് നമ്മൾ ആദ്യം ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് മിക്സി ആണെങ്കിൽ മിക്സിയിലാണെങ്കിലും ഇട്ടടിച്ച് പൊടിച്ചെടുത്താൽ മതി, ചെറുതായിട്ടൊന്ന്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ നമുക്ക് കുറേശ്ശെ എല്ലാം ചേർത്ത് കൊടുത്തു. അതുപോലെ പച്ചമുളക്, സവോള, ഇഞ്ചി ഒരു പിഞ്ച് മതി, ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇനി ജിഞ്ചർ പൗഡറോ അല്ലെങ്കിൽ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മുടെ ഇവിടെ അവൈലബിൾ ആയത് ഇതായതുകൊണ്ടാണ് ചേർത്ത്. പെപ്പർ പൗഡർ, നമുക്ക് എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ നനവ് ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി ചെറുതായിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് അതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡും ചിക്കനും എല്ലാമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. അപ്പം ഇത് എല്ലാം മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ സ്ക്വയർ ഷേപ്പാണ് ചെയ്യുന്നത്. അപ്പം കൈ കൊണ്ടോ നമ്മുടെ സൗകര്യത്തിന്. സ്ക്വയർ ഷേപ്പിൽ നമുക്കിങ്ങനെ എടുക്കാം. അതിന് ശേഷം വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. നമുക്ക് ആദ്യം ഇത് മോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷേപ്പിൽ എടുത്ത് വെച്ചേക്കുന്ന ആ മിക്സ് നമുക്ക് ഈ മുട്ടയിലൊന്ന് ചെറുതായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലോട്ട് വെക്കാം. ഒന്നും കൂടി ഒന്ന് ഷേപ്പ് പോയെന്ന് കണ്ടാൽ ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി നമുക്ക് വെക്കാം. ഇനി നമ്മളിത് വന്നിട്ട് വറുത്തെടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ മോൾഡ് ചെയ്തേക്കുന്ന ചിക്കൻ നഗ്ഗറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെജിറ്റബിൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാതിലേക്ക് നമുക്ക്
എണ്ണ ഞാൻ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി എണ്ണ ഒഴിച്ച് ഡീപ് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നഗ്ഗറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇത് ഈ കിറ്റി പാർട്ടിയൊക്കെ നടത്തുമ്പം കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ നഗ്ഗറ്റ്സിൻ്റെ ഒരു സൈഡൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നഗ്ഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നന്ന മുരിഞ്ഞ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് ടിഷ്യൂലേക്കാണ് മാറ്റിക്കുന്നത്. എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ അതിൽ ടിഷ്യൂലായിക്കോളും. നമ്മുടെ ഇപ്പം നഗ്ഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ മോൾഡ് ചെയ്ത് വെച്ച ചിക്കൻ നഗ്ഗറ്റ്സ് നമുക്കൊരു 2 വീക്സ് വരെ റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യാം. ആവശ്യാനുസരണം നമുക്കെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു നല്ല ഡിഷാണ്. പിള്ളേർക്ക് തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നല്ല നല്ല കമൻറ്റ്സ് നമുക്ക് പുതിയ പുതിയ ഡിഷസ് ഉണ്ടാക്കാനുള്ള പ്രേരണയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.